തെരഞ്ഞെടുപ്പ് അത് ലോക്സഭയിലേക്കാവട്ടെ നിയമസഭയിലേക്കാവട്ടെ വെള്ളാപ്പള്ളി നടേശന്റെ പ്രവചനം പലപ്പോഴും വിവാദമാവുകയും വാർത്താ പ്രാധാന്യം നേടാറുമുണ്ട്. ഇത്തവണ ആലപ്പുഴയിൽ ആരിഫ് ജയിച്ചില്ലെങ്കിൽ താൻ തലമൊട്ടയിടിച്ച് കാശിക്ക് പോകുമെന്നാണ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത്. തെരഞ്ഞെടുപ്പ് കാലത്ത് സ്ഥിരം പ്രവചനങ്ങളുമായി എത്തുന്ന വെള്ളാപ്പള്ളി നടേശന്റെ പൂർവ്വകാല പ്രവചനങ്ങളെ നമുക്കൊന്ന് പരിശോധിക്കാം. വെള്ളാപ്പള്ളി നടേശന്റെ പ്രവചനങ്ങളുടെ ചരിത്രം നോക്കിയാൽ 1999 ലോക്സഭയിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ VM സുധീരൻ തോൽക്കും എന്നാണ് വെള്ളാപ്പള്ളി നടേശൻ പ്രവചിച്ചത്. 99 എന്ന് ഓർമ്മിക്കണം. VM സുധീരനുമായി ഇടഞ്ഞു നിൽക്കുന്ന വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ ഈ പ്രസ്താവന പക്ഷേ തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നപ്പോൾ മറിച്ചായി. വെള്ളാപ്പള്ളി നടേശൻ പ്രവചിച്ച VM സുധീരൻ തോൽക്കുമെന്ന പ്രവചനം അസ്ഥാനത്താവുകയും LDFിലെ മുരളിയെ തോൽപ്പിച്ച് VM സുധീരൻ ലോക്സഭയിലേക്ക് പോയി. ഭൂരിപക്ഷം ചെറുതായിരുന്നില്ല. 35,094 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ആദ്യ പ്രവചനം 1999 പ്രവചനം പാളിപ്പോയി. 2011 നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ വേളയിൽ വെള്ളാപ്പള്ളി നടേശൻ മറ്റൊരു പ്രവചനവുമായി എത്തി. PC വിശ്വനാഥ് ചെങ്ങന്നൂരിൽ ജയിച്ചാൽ മീശ വടിക്കും എന്നായിരുന്നു ആ പ്രവചനവും ഒപ്പമുണ്ടായിരുന്ന വെല്ലുവിളിയും. 2011 PC വിശ്വനാഥ് മത്സരിക്കുന്ന സമയത്ത് അന്ന് PC വിശ്വനാഥിനെതിരെ ശക്തമായി രംഗത്ത് വന്നയാളായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ. വെള്ളാപ്പള്ളി നടേശന്റെ ആ പ്രവചനം വിശ്വനാഥ് ചെങ്ങന്നൂരിൽ പരാജയപ്പെടും, ജയിക്കുകയാണെങ്കിൽ മീശ പിടിക്കുമെന്ന പ്രചരണവും പാളി. ഫലം വന്നപ്പോൾ 12,500 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ PC വിശ്വനാഥ് ചെങ്ങന്നൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് നിയമസഭയിലേക്ക് പോയി. മീശ പിടിക്കാനുള്ള ബ്ലേഡ് ആ സമയത്ത് KSU പ്രവർത്തകർ കണിച്ചുകുളങ്ങരയ്ക്ക് അയച്ചും കൊടുത്തു. എന്നാൽ 2001 മുതൽ വീണ്ടും പ്രവചനവുമായി രംഗത്ത് വന്ന വെള്ളാപ്പള്ളി നടേശൻ KC വേണുഗോപാലിനെതിരെ ശക്തമായ നിലപാടുകൾ എപ്പോഴൊക്കെ മത്സരിക്കുന്നുണ്ടോ അപ്പോഴെല്ലാം എടുത്തിരുന്നു. 2014 ആലപ്പുഴയിൽ KC വേണുഗോപാൽ തോൽക്കും എന്നുള്ള പ്രവചനം നടത്തി. 2009 സമാനമായ പ്രവചനം നടത്തിയിരുന്നു. 2014 വേണുഗോപാൽ ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് വിജയിക്കില്ല എന്ന പ്രവചനം ആ പ്രവചനവും പാളി. 2009 57,791 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. 2014 വെള്ളാപ്പള്ളി നടേശൻ പരാജയപ്പെടുമെന്ന് പറഞ്ഞ KC വേണുഗോപാൽ 19,407 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ഡൽഹിയിലേക്ക് പോയി. ആലപ്പുഴയിൽ KC വേണുഗോപാലിന് മത്സരിക്കാൻ ഭയമാണെന്നാണ് ഇന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത്. ഒപ്പം LDF സ്ഥാനാർത്ഥി AM ആരിഫിന് പിന്തുണയും നൽകി. അവിടെയും തീർന്നില്ല. പഴയ ചരിത്രം ആവർത്തിച്ച് വെള്ളാപ്പള്ളി നടേശൻ ഈ പ്രവചനം കൂടി നടത്തി. 2019 ആലപ്പുഴയിൽ AM ആരിഫ് തോറ്റാൽ തലമുണ്ടനം ചെയ്ത് കാശിക്ക് പോകും എന്നാണ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത്. വെള്ളാപ്പള്ളി നടേശൻ്റെ പഴയകാല പ്രവചനങ്ങൾ നോക്കിയാൽ പറഞ്ഞതിൽ നിന്ന് നേരെ എതിരായിരിക്കുന്ന ഫലമാണ് ഉണ്ടായിരിക്കുന്നത്. എന്നാൽ 2019 എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്ക് കാണാം. അതിനു മുമ്പ് 2019 AM ആരിഫ് തോറ്റാൽ തലമുണ്ടനം ചെയ്ത് കാശിക്ക് പോകും എന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ ആ ബൈറ്റ് നമുക്കൊന്ന് കേൾക്കാം. എനിക്ക് ആരും പിന്തുണയില്ലെങ്കിലും കേട്ടാൽ നിങ്ങൾ കണ്ടാലും അറിയാമല്ലോ. എനിക്ക് ഇവരുടെ ആരിഫിനെ വർഷങ്ങളായിട്ട് എനിക്കറിയാം. അതുകൊണ്ട് മണ്ഡലത്തിലാണ് നിൽക്കുന്നത്. അത് എൻ്റെ പിന്തുണയല്ല, ജനങ്ങളുടെ പിന്തുണയുണ്ട്. ആ ആരിഫ് തീർച്ചയായിട്ടും അവിടുന്ന് പെട്ടി എണ്ണേണ്ട കാര്യമില്ല. ജയിച്ച് നോമിനേഷൻ കൊടുത്തപ്പോൾ തന്നെ ജയിച്ചു കഴിഞ്ഞു. വെള്ളാപ്പള്ളി നടേശന്റെ 2019 ഈ പ്രവചനം ഇനിയും ആവർത്തിക്കുമോ അതല്ല ചരിത്രം വഴിമാറുമോ എന്നാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്.